ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി വികാസവാണി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും 500 മീറ്റർ മാറി തേവക്കൽ ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം മാറി ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള 4,100 സെൻറ്റ് സ്ഥലവും 2,100 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി യൂട്ടിലിറ്റി സ്പേസും വരുന്ന ഈ വീട് 95 ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കൂടാതെ കാക്കനാട് ജംഗ്ഷനിലേക്ക് നമുക്ക് വരുന്ന ദൂരം 4 കിലോമീറ്ററാണ്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇവിടെ വീട്ടിൽ വരുന്നത് നമ്മുടെ സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ വരുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ 2-3 വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രൊവിഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ കടപ്പ കല്ലുകൾ നൽകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകി മറ്റ് കാർപോർട്ടിനുള്ള പ്രൊവിഷൻ നല്ല മനോഹരമാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടുകൾ ഇവിടെ ഗ്രാനൈറ്റുകൾ നൽകി മനോഹരമാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് ഡബിൾ പാളിയിലെടുത്ത ഡോറാണ്. നല്ല ഡിസൈനിലുള്ള ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ വരുന്നത് നല്ല ഒരു ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല വലിപ്പത്തിലാണ് ലിവിങ് സ്പേസ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെ നല്ല വലിയൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്കിവിടെ TV യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളും ഈ ലിവിങ് സ്പേസിന് നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല വിശാലമായ ഒരു ഹാളിലേക്കാണ്. ഹാളിവിടെ 8-10 പേർക്ക് ഈസിയായിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഹാളിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. വാഷ് ബേസിൻ കൗണ്ടറിൻ്റെ അടിയിൽ നമുക്ക് നല്ല സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല വിശാലമായ ഓപ്പൺ കൺസെപ്റ്റിലുള്ള നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുള്ള നല്ല ഓപ്പൺ കൺസെപ്റ്റിലുള്ള കബോർഡ് വർക്കുകളൊക്കെ മുകളിലും താഴെയും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നൽകി ചിമ്മിനിയൊക്കെ നൽകിയിട്ടുള്ള നല്ല കിച്ചണിലേക്കാണ്. നല്ല വലുപ്പത്തിലാണ് കിച്ചൺ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയും ഫാൾസിലും വർക്കുകളൊക്കെ ഇവിടെ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. കിച്ചണിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയയും ഇവിടെ നല്ല ഷീറ്റുകളൊക്കെ ആയിട്ട് ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ വർക്ക് ഏരിയയിൽ നമുക്ക് നല്ല കബോർഡ് വർക്കുകളും സിങ്കും ഒക്കെ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. നല്ല ഗ്ലാസ് ഡിസൈനിലുള്ള ഷീറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും രാത്രി നല്ല വെട്ടമൊക്കെ കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നല്ല കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. ഇത് 4 ഡോറിൽ തീർത്ത കബോർഡ് വർക്കുകളാണ്, വാൾഡ്രോബ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിൽ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം മീഡിയം വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ കൺസീൽഡ് ക്ലോസറ്റും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. നമുക്കൊരു വാഷ് ബേസിൻ പ്രൊവിഷൻ കൂടി ഇവിടെയും നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇവിടെ മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഈ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെയും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്കിവിടെ AC വരെ ഇവിടെ ഇൻവെർട്ടറായിട്ടുള്ള AC വരെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിലും ചെയ്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ച്ഡോട് കൂടിയാണ് വരുന്നത്. ഇവിടെ കൺസീൽഡ് ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ നമുക്കൊരു നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു ചെറിയൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമുക്കിവിടെ സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകൾ നല്ല ഗ്രാനൈറ്റുകൾ നൽകി, കൂടാതെ നല്ല ബോർഡറൊക്കെ നല്ല ടൈലുകളുള്ള ബോർഡറുകളൊക്കെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഹാൻഡ് റെയിൽ വർക്കുകളും നല്ല സ്റ്റീലിൻ്റെ നല്ല ഹാൻഡ് റെയിൽ വർക്കുകളും
ഇവിടെ നൽകി ഭംഗിയായിരിക്കുന്നു. കൂടാതെ നമുക്ക് ഇവിടെ വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ 4 ഇതുള്ള പറവുകളെയും ഇവിടെ നൽകിയിരിക്കുന്നു. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ലൊരു അപ്പർ ലിങ്ക് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല മീഡിയം വലുപ്പത്തിലുള്ള നല്ല അപ്പർ ലിങ്ക് ഏരിയയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയും നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെയും ഒരു ലിവിങ് ഏരിയയും കൂടാതെ ഒരു മനോഹരമായ ഒരു TV യൂണിറ്റും നൽകിയിരിക്കുന്നു. TV യൂണിറ്റിൻ്റെ താഴെ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള ബെഡ്റൂമിലേക്കാണ്. മുകളിലെ നിലയിലുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇവിടെ നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. കൂടാതെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഇവിടെ ഫാൾസിലും വർക്കുകളൊക്കെ ചെറിയ രീതിയിലുള്ള ഫാൾസിലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഇത് കൺസീൽഡ് ആയിട്ടുള്ള നല്ല ക്ലോസറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് നല്ല ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഈ ബാത്റൂമിൽ നൽകിയിരിക്കുന്നു. നല്ല വലുപ്പത്തിലാണ് ഈ ബാത്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്ന മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല മനോഹരമായ ഒരു വാൾഡ്രോബ്സും ഇവിടെ നൽകിയിരിക്കുന്നു. നല്ല മൾട്ടിവുഡിലാണ് വാൾഡ്രോബ്സൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല രീതിയിലുള്ള ഫാൾസിലും വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂമും ഈ ബെഡ്റൂം നല്ല വലുപ്പത്തിലാണ് ബാത്റൂമും നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ചെറിയൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഈ സൈഡിലേക്ക് മാറി ഇവിടെയും നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു കവേർഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിലേക്ക് മാറ്റി ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. നല്ല കവേർഡ് ആയിട്ടുള്ള ലിവിങ് സ്പേസാണ് ഇവിടെ, യൂട്ടിലിറ്റി സ്പേസാണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്ന് തന്നെ നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പിനുള്ള പ്രൊവിഷനും നൽകിയിരിക്കുന്നു. നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി ഇവിടെ നല്ല വിഡ്ത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലെങ്ത്തിലും വിഡ്ത്തിലും നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ ഇവിടെ ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ നൽകിയിരിക്കുന്നു. 4,100 സെൻറ്റ് ലാൻഡും 2,100 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും ഉള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്.